അപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു കേസ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയന് കേന്ദ്ര സർക്കാരിന്റെ പരിശീലനത്തിന് പോകാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ഒക്ടോബർ 2 മുതൽ 27 തീയതി വരെയാണ് ഈ ഒരു പരിശീലനത്തിന്റെ സമയം. ആ ഒരു പരിശീലനത്തിന് പോകാൻ, അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആ പരിശീലനത്തിന് പോകാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ 6 ജില്ലാ കളക്ടർമാർക്കാണ് ഈ ഒരു പരിശീലനം അനുവദിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിശീലനം. അതിനു വേണ്ടിയിട്ടാണ് അരുൺ കെ വിജയന് അനുമതി നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശീലനം കഴിഞ്ഞാൽ അരുൺ കെ വിജയൻ കണ്ണൂർ കളക്ടർ തന്നെ ആകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. പിന്നെ മറ്റൊരു സൂചന ഇത് പറയുന്നത്, ഈ ഒരു വിവാദം തണുക്കുന്നത് വരെ അരുൺ കെ വിജയനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും, അതായത് നവീൻ കെ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഈ കളക്ടറിനെതിരെ വന്നിട്ട് പോലും കളക്ടറിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യവും. IAS ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺ കെ വിജയൻ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് 6 IAS ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടറി തലത്തിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടുന്ന ഒരു 3ാം ഘട്ട പരിശീലന പരിപാടിയാണിത്. കളക്ടർ തിരികെ എത്തും വരെ ADM-ന് താൽക്കാലിക ചുമതലയും നൽകും. എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നല്ലോ. ഒരു തെറ്റ് പറ്റിയെന്ന് ADMK ഈ ഒരു കളക്ടറോട് പറഞ്ഞു എന്നാണ് ഈ ഒരു മൊഴിയാണ് ആദ്യം കളക്ടർ നൽകിയിരുന്നത്. അതായത് ഈ ഒരു കളക്ടർ പറഞ്ഞ മൊഴികളുടെ വൈരുദ്ധ്യം കൊണ്ട് തന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ADM-ന് അവസാനമായിട്ട് പിന്നെ യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഡ്രൈവറായ ഷംസുദ്ദീന്റെ കൂടെ പോകുന്നു എന്നായിരുന്നു ഈ ഒരു കളക്ടർ ആദ്യം മൊഴി നൽകിയിരുന്നത്. അതായത് ഗീതയോടാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിരുന്നത്. ആ റിപ്പോർട്ടാണ് ആ സമയത്ത് വന്നിരുന്നത്. പിന്നെ ഈ ഒരു മൊഴി മാറ്റിക്കൊണ്ട് കോടതിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ADMK തനിക്ക് തെറ്റുപറ്റി എന്ന് നവീൻ ബാബു അവസാനമായി പറഞ്ഞു എന്നുള്ള കാര്യം. ഈ ഒരു കാര്യം ഗീതയോട് നേരത്തെ കണ്ണൂർ കളക്ടർ ഇത് സൂചിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതില് വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളും. അപ്പോൾ ഈ ഒരു മൊഴിയിലെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നടപടി. അതായത് തനിക്ക് തെറ്റുപറ്റിയത് നവീൻ കെ ബാബു ഈ കണ്ണൂർ കളക്ടറോട് പറഞ്ഞ കാര്യം അത് വാസ്തവവിരുദ്ധം, അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണ് എന്നായിരുന്നു ആരോപണം. ഇതേ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മൊഴിയെടുത്തതും. ആദ്യ മൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവീൻ ബാബു യാത്രയപ്പിന് ശേഷം ചേംബറിൽ എത്തി തെറ്റുപറ്റി എന്ന് പറഞ്ഞിരുന്നതായി ആദ്യത്തെ മൊഴിയിലുണ്ട്. എന്നാൽ എന്താണ് പറ്റിയ തെറ്റ്, ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടതെന്നും തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലും കളക്ടർ സമാന മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യത്തിൽ കളക്ടർ ഈ ഒരു മൊഴി നൽകിയിട്ടില്ലായിരുന്നു. ഒക്ടോബർ 22-നാണ് പോലീസ് കളക്ടറുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ADM-ന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും പ്രതിയായ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ വ്യഗ്രതയെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ചും മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും CBI-യോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പിന്നിൽ ഒരു CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം CPM-ലെ സംസ്ഥാന സെക്രട്ടറിയായ M ഗോവിന്ദൻ ഇത് തള്ളിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ഈ CBI അന്വേഷണത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഈ പാർട്ടിക്ക് തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം ഈ ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. CBI എന്ന് പറയുന്നത് കൂട്ടിലടച്ചിട്ട തത്തയെ പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതേസമയം പാർട്ടി ഇപ്പോഴും നവീന്റെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് എന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്.
മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതി സമീപിച്ചതോടെ CPM-ഉം സർക്കാരും പ്രതിരോധത്തിലായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന CPM-ഉം സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും CBIയും നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കാൻ SITയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. 10 ദിവസമാണ് ഇതിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഡിസംബർ 6-ന് ഹൈക്കോടതി ഈ ഒരു ഹർജിയിൽ വിശദമായിട്ടുള്ള വാദം തന്നെ കേൾക്കും.